ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ റെജിൻ എ സാജൻ, ആലുവ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് CSI ചർച്ചിലെ സഭാംഗമാണ്. ജേർണി ത്രൂ ദി സാംസിന്റെ 29ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 20. ഈ 20ാം സങ്കീർത്തനം രചിച്ചിരിക്കുന്നത് ദാവീദാണ്. ദൈവഭക്തനായ ദാവീദ് മുഖാന്തരം എഴുതപ്പെട്ട ഒരു തിരുവചന വേദഭാഗമെന്ന് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മെ പഠിപ്പിക്കുന്നു. യുദ്ധത്തിനു വേണ്ടി കടന്നു പോകുന്ന ഒരു രാജാവിന്റെ വിജയത്തിനു വേണ്ടി ആ രാജ്യത്തുള്ള പ്രജകളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ് ഈ 20ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തെ പ്രധാനമായും 4 നിലയിൽ വിഭജിച്ചിരിക്കുന്നു. 1. രക്ഷയ്ക്കായിട്ടുള്ള പ്രാർത്ഥന. ദൈവത്തിൽ നിന്ന് രക്ഷ വരുന്നു എന്നതിന്റെ 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. 2. ഉത്തരമരുളുന്ന ഒരു യഹോവ, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കുന്നു എന്ന് 6ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 7 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ വിജയിക്കുവാൻ ഇടയായിത്തീരും. അതിന്റെ അവസാന വാക്യമായ 9ാം വാക്യത്തിൽ എല്ലാവരും ചേർന്ന് സഹായത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു അപേക്ഷ. ഈ നിലയിൽ ഈ 20ാം സങ്കീർത്തനത്തെ നമുക്ക് വിഭജിച്ച് മനസ്സിലാക്കാം. 1ാമത്തെ പോയിന്റ്, രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. ഇവിടെ രാജാവിന്റെ സംരക്ഷണയ്ക്കും പുരോഗതിക്കുമെല്ലാം യഹോവ വിജയം നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആശംസിക്കുന്നു. അപ്പോൾ തന്നെ യഹോവ യാക്കോബിന്റെ ദൈവം എന്ന നിലയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നു. യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ എന്നാണ് ഇവിടെ ദൈവഭക്തൻ ഓർമ്മിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മെ വിടുവിക്കാൻ കഴിയുന്ന ഏകനാമം എന്ന് പറയുന്നത് അത് നാം സേവിക്കുന്ന ദൈവത്തിന്റെ നാമമാണ്. അപ്പോൾ തന്നെ അവർ ദൈവസന്നിധിയിൽ ഹോമയാഗം കഴിക്കുന്നു. ഹോമയാഗം എന്നുള്ളത് ദൈവസന്നിധിയിലേക്ക് യാഗാർപ്പണവുമായിട്ട് കടന്നു വരുമ്പോൾ മുഴുവനായി അലിഞ്ഞു ചേരുന്ന ഒന്നാണ് ഈ ഹോമയാഗം. നമ്മൾ യുദ്ധത്തിനായി കടന്നു വരുമ്പോൾ തങ്ങളുടെ കഴിവിനെയൊക്കെ ദൈവം മുമ്പാകെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ വിജയം അവരുടെ മുമ്പിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇവിടെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുന്നു. 2ാം ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ അതിന്റെ 6ാം വാക്യത്തിൽ ഉത്തരമരുളുന്ന ഒരു ദൈവത്തെ ദൈവഭക്തൻ വെളിപ്പെടുത്തുന്നു. ജനമധ്യത്തിൽ നിന്ന് ഒരു പ്രതിനിധിയായിട്ട് ഒരു പുരോഹിതൻ രാജാവിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ ദൈവഭക്തൻ അവർ വിജയം പ്രാപിക്കുമെന്ന്, യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുമെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നുവെന്ന് അവർ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ജീവിതത്തിൽ അവർ എതിർപ്പെടുവാൻ പോകുന്ന കാര്യങ്ങളുടെ മുൻപിൽ നിരാശകളോ മറ്റു നിലകളിലുള്ള ദുഃഖങ്ങൾക്കോ അവരുടെ മനസ്സ് വഴിമാറാതെ വണ്ണം അവർ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന തങ്ങൾ അഭിമുഖീകരിക്കുന്നതായ പ്രശ്നങ്ങളുടെ മുൻപിൽ ഞങ്ങൾക്കൊരു വിജയമുണ്ട്, വിജയം തരുന്നൊരു ദൈവമുണ്ടെന്ന് അവർ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസത്തോടെ നാം മുൻപോട്ട് പോകുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമ്മുടെ മുൻപിലുണ്ട്. ദൈവത്തിൽ നിന്ന്, തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലം കൈയുടെ രക്ഷാകരമായ വീര്യപ്രവർത്തികളാൽ ദൈവം അവന് ഉത്തരമരുളും. 3ാമത്തെ പോയിന്റിലേക്ക് നാം കടന്നു വരുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവർ വിജയികളായി തീരും. ദൈവത്തിലുള്ള ആശ്രയവും മനുഷ്യനിലുള്ള ആശ്രയവും തമ്മിൽ ഒരു വലിയ അന്തരം ഈ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നു. യുദ്ധകാലത്ത് ശത്രുക്കൾ യുദ്ധസാമഗ്രികളിലും യോദ്ധാക്കളിലുമൊക്കെ ആശ്രയിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവജനത്തെ നാം ഇവിടെ കാണുന്നു.
സൈന്യശക്തിയിൽ ആശ്രയിച്ചവർ, തങ്ങളുടെ സ്വയശക്തിയിൽ ആശ്രയിച്ചവർ, സമ്പത്തിൽ ആശ്രയിച്ചവർ, ലോകത്തിന്റെ ചിന്താഗതികളിൽ ആശ്രയിച്ചവർ പല നിലയിലായിട്ടും പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ട് വീണുപോകാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഏത് ഘട്ടത്തും ഏത് കാലത്തും ഏത് സമയത്തും നമുക്ക് വിജയം ലഭിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 4ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ, ദൈവസഹായത്തിനു വേണ്ടി രാജ്യത്തുള്ള പ്രജകളും പുരോഹിതന്മാരും രാജാവും ഒരുമിച്ച് ചേർന്ന് ദൈവത്തോട് അപേക്ഷ ചൊല്ലുകയാണ്. എല്ലാവരും ചേർന്ന് ദൈവസന്നിധിയിൽ അപേക്ഷ കഴിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ, രാജ്യത്തിന്റെ സമാധാനത്തിനു വേണ്ടി, ദേശത്തിന്റെ സുരക്ഷയ്ക്കും വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള കൃപകൾ നൽകിയിരിക്കുന്നു. നമ്മുടെ മുൻപിൽ വലിയ വിശാലതകൾ ഉണ്ടാകുവാൻ, നമ്മുടെ രാജ്യം എല്ലാ നിലയിലും സമാധാനപൂർണമായ ഒരു ജീവിതം നന്നായിട്ട് നയിക്കപ്പെടുവാൻ ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ മുഖാന്തരമായിട്ട് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. പാപത്തിന്റെയും മരണത്തിന്റെയും മേൽ വിജയം കൈവരിച്ച കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മേൽ വിജയം തരുവാൻ നമ്മുടെ മുൻപിലുണ്ടെന്ന് ഈ 20ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ നല്ലൊരു പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും വിജയകരമായ ഒരു ജീവിതം ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.